സ്നേഹത്തിൽ ഒരാൾ മറ്റേയാളെ പറ്റിക്കുമ്പോൾ ഈ പറ്റിക്കുന്നയാൾക്ക് സമാധാനം നഷ്ടപ്പെടും. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റേയാളും ചെയ്യുന്നുണ്ടാകുമോ എന്ന പേടിയായിരിക്കും. താൻ ചെയ്യുന്നത് മറ്റേയാളിൽ ആരോപിക്കാനും തുടങ്ങും. അത് ഇയാളുടെ കുറ്റബോധം കൊണ്ടാണ്. പറ്റിക്കപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അത് മനുഷ്യൻ്റേത് മാത്രമായിട്ടുള്ളൊരു അവസ്ഥയുമാണ്. എത്രമേൽ ഗാഢമായി നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും സൂത്രത്തിൽ പറ്റിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ബന്ധങ്ങളിൽ, അത് വിവാഹമായിരുന്നാലും സൗഹൃദമായിരുന്നാലും അതിലൊക്കെ നമുക്ക് പിരിയാനുള്ള ഒരു അവസരമുണ്ട്. വേണമെങ്കിൽ പിരിയാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ പറ്റിക്കാനുള്ള സ്പേസ് ഇല്ല. പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ തിന്നും. പക്ഷേ പക്ഷിക്ക് ജീവനില്ലാതായാലോ ഉറുമ്പ് പക്ഷിയെയും തിന്നും. ഇതാണ് കർമ്മ. തിരികെ വരും. കാലം കാത്തിരിക്കുന്നുണ്ട്. കാലം പതിയിരിക്കുന്നുണ്ട്. കാലം കരുതി വെക്കുന്നുണ്ട്. നമ്മൾ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ, മനുഷ്യന് മുറിവുകളൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ എത്ര വേദന ഉണ്ടാക്കുന്നതാണ് എന്ന്, അതൊക്കെ മനുഷ്യരുടെ മനസ്സിന് എത്ര ഭാരം ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മളപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ അതുപോലൊരു വേദന നമ്മളെയും തേടി വരുമ്പോഴാണ് അതിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമ്മൾ പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട. അവരെയൊക്കെ മനസ്സൊന്ന് വിട്ട് കളഞ്ഞേക്കൂ. എന്നിട്ട് കാലത്തിന് വിട്ടുകൊടുക്കൂ. പഴയ ഒരു കഥ കേട്ടിട്ടുണ്ടാവും, ഒരു പാൽക്കാരൻ്റെ കഥ. അയാൾക്ക് കല്യാണപ്രായമെത്തിയ ഒരു മോളുണ്ട്. അവളുടെ കല്യാണമാണ് അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം. പാല് വിറ്റ് കിട്ടുന്ന പണമാണ് ആകെയുള്ള മകളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചു. മകൾക്ക് ആഭരണങ്ങൾ വാങ്ങാൻ പട്ടണത്തിൽ പോയി. തിരിച്ച് ആഭരണങ്ങളുമായിട്ട് വരുമ്പോൾ രാത്രിയായിട്ടുണ്ട്. പുഴ കടന്ന് വരുമ്പോൾ ശക്തമായൊരൊഴുക്കിൽപ്പെട്ട് അയാളുടെ കയ്യിലുള്ള ആഭരണത്തിൻ്റെ ഭാണ്ഡം ഒഴുകിപ്പോയി. എത്ര തിരഞ്ഞിട്ടും അത് കിട്ടുന്നില്ല. അയാൾ ആർത്തലച്ച് കരഞ്ഞു. പുഴയിലെ വെള്ളം കൊണ്ട് ആളുകളെ പറ്റിച്ചു. പുഴയിലെ വെള്ളം തന്നെ ആ സമ്പാദ്യങ്ങൾ മുഴുവനും എടുത്തുകൊണ്ട് പോയി. ഇതൊരു കഥയാണ്. പക്ഷേ പലപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ അതേപോലെയുള്ള വേദനകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത്. തീർച്ചയായും നമ്മുടെ പടിവാതിലിലേക്ക് അത് തിരിച്ചു വരും. അറിഞ്ഞുകൊണ്ട് മനുഷ്യരെ വേദനിപ്പിക്കുമ്പോൾ, അറിയാതെ സംഭവിക്കുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല. പക്ഷേ ഒരാളെ പറ്റിക്കുമ്പോൾ, ഒരാളെ വഞ്ചിക്കുമ്പോൾ അതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല, കയ്യബദ്ധങ്ങളുമല്ല, യാദൃച്ഛികവുമല്ല. അതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നറിയോ? അതൊക്കെ സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്തുകളാണ് എന്നാണ്. ഒരു മരം കൊണ്ട് കോടിക്കണക്കിന് തീപ്പെട്ടിക്കുള്ളികൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു മരത്തെ കത്തിച്ചു കളയാൻ കോടിക്കണക്കിന് തീപ്പെട്ടിക്കുള്ളികളൊന്നും വേണ്ട, ഒറ്റൊന്നു മതി. അയൽക്കാരായ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കഥയാണ്. അപ്പുവിന് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട്. പല നിറങ്ങളിലുള്ള ഗോട്ടികളുടെ ഒരു കളക്ഷൻ. അമ്മുവിന് ഇതുപോലെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട്. പല നിറങ്ങളിലുള്ള
വളപ്പൊട്ടുകളുടെ ഒരു ശേഖരം. ഇതൊരു ദിവസം അപ്പുവിന് കാണിച്ചു കൊടുത്തു അവൾ. കണ്ടതോടെ അപ്പുവിന് അതിനോട് വല്ലാത്ത കൗതുകം തോന്നി. അപ്പു ചോദിച്ചു, നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ? എൻ്റെ കയ്യിൽ ധാരാളം ഗോട്ടികളുണ്ട്, അതൊക്കെ നിനക്ക് തരാം. അമ്മുവിനൊരു സംശയമില്ല. അമ്മു ആ വളപ്പൊട്ടുകൾ മുഴുവനും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അതും കൊണ്ട് ഓടി വീട്ടിലേക്ക്. വീട്ടിലെത്തിയിട്ട് അവൻ്റെ ഗോട്ടികളൊക്കെ കയ്യിലെടുത്തു അമ്മുവിന് കൊടുക്കാൻ. പക്ഷെ അപ്പോഴാണ് അവൻ ആലോചിച്ചത്, ഇത് മുഴുവനും കൊടുക്കണോ? വേണ്ട, അമ്മുവിന് അറിയില്ലല്ലോ ഇതിൽ എത്ര ഗോട്ടികളുണ്ട് എന്ന്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഗോട്ടികൾ ഒക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയാണ് അവന് അമ്മുവിന് കൊണ്ടുപോയി കൊടുത്തത്. അമ്മുവിന് സന്തോഷമായി. പക്ഷെ അന്ന് രാത്രി അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? അമ്മുവും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ്. നല്ല വളപ്പൊട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ട് അത്ര നല്ലതല്ലാത്ത വളപ്പൊട്ടുകളായിരിക്കുമോ എനിക്ക് തന്നത് എന്ന ചിന്തയിൽ അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ അമ്മു സുഖമായിട്ട് ഉറങ്ങി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളപ്പൊട്ടുകൾ പോലും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്ത സന്തോഷത്തിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉറങ്ങി. ഇതാണ് കഥ. നമ്മൾ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ, മനുഷ്യന് മുറിവുകളൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ എത്ര വേദന ഉണ്ടാക്കുന്നതാണ് എന്ന്, അതൊക്കെ മനുഷ്യരുടെ മനസ്സിന് എത്ര ഭാരം ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മളപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ അതുപോലൊരു വേദന നമ്മളെയും തേടി വരുമ്പോഴാണ് അതിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമ്മൾ പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട. അവരെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്കൂ.